കൊച്ചുണ്ണിയെ എന്താ ചേട്ടാ? നീ ഈ മരുന്നൊന്ന് മേടിച്ചു തരുമോ? മരുന്നാ? കൊച്ചുണ്ണിയെ എനിക്കൊരു ഉപകാരം ചെയ്യടാ. 2 ദിവസമായിട്ട് എനിക്ക് നല്ല പനിയടാ. ഈ മരുന്നൊന്ന് നീ എനിക്ക് മേടിച്ചു തരുമോ? വേഗത്തിലൊക്കെ നല്ല വേദന. അപ്പൊ വീട്ടിലുള്ളവരൊക്കെയാ? അതൊന്നും പറയല്ല കൊച്ചുണ്ണി. എന്നാ കാശ് നീ എന്നിട്ട് വന്നേ, കാണിച്ചരാ. മക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അവരോട് പറയായിരുന്നില്ലേ? അവരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളോ? അവര് നീ ലോകത്തിലല്ല. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. തലയൊന്ന് ഉയർത്തിയാലല്ലേ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണുക. 24 മണിക്കൂർ ഇതാണ് സ്ഥിതി. അപ്പൊ തന്റെ ഭാര്യ? അത് വേറെ ലോക. സീരിയൽ എന്ന് പറഞ്ഞ ഭ്രാന്ത. എന്തെങ്കിലും നമ്മളൊന്ന് പറയാൻ ചെന്ന കട്ടിച്ചു. പിന്നെ ഞാൻ ആരോടെ പറയാ കൊച്ചുണ്ണി? ചേട്ടനെ ഡോക്ടറെ അടുത്തേക്ക് പോണോ? ഞാൻ കൊണ്ടുപോവാ. വേണ്ട കൊച്ചുണ്ണി, എനിക്ക് ആ മരുന്നൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. അച്ഛനായിട്ട് എത്ര വർഷം ഗൾഫിൽ നിന്നു? 36 വർഷം. 36 വർഷം നിന്നു. ഇവിടെ അടുത്തുള്ളതാ. അതിവിടെ ആ തെക്കേ ഭാഗത്തുള്ള പേര് വരുന്നില്ല. കൊച്ചുണ്ണി, കായംകുളം കൊച്ചുണ്ണി എന്നിവിടെ പലരും വിളിക്കാറുണ്ട്. അച്യുതേട്ടാ, അച്യുതേട്ടൻ എങ്ങനെയാ? ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാ? ബാങ്ക് ബാലൻസോ? അത് ചോദിക്കാൻ ഇയാളാരാ? 36 വർഷത്തെ സമ്പാദ്യം. വീട് പണിതില്ലേ കൊച്ചുണ്ണിയെ? പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണം. ഇനി എന്റെ കയ്യില് 10 പൈസ ഇല്ല എനിക്ക് ബാങ്കിൽ. നന്നായി, പഠിച്ചിട്ട് മയില് പോലെ ആയിന്ന് അർത്ഥം അല്ലേ? നിന്റെ അച്ഛൻ 2 ദിവസമായിട്ട് പനിച്ചിരിക്കാന്ന് പറയണ. തനിക്കെന്തോ എന്റെ അച്ഛൻ പഠിച്ചിരിക്കുന്നേന്? എനിക്കൊന്നുമില്ല. അച്ഛനെ ഡോക്ടറൊന്ന് കാട്ടിയിട്ട് ആ മരുന്നൊന്ന് മേടിച്ചു കൊടുക്കായിരുന്നില്ലേ നിങ്ങക്ക്? അത് പറയാൻ താനാരാ? അച്ഛനെതിരെ ഈ കാലത്ത് എന്റെ നായ്ക്കളെ കൂടെ വിളിച്ചു വരുത്തിയത്? അയ്യോ, അതിനൊന്നും പറയല്ലേ. അതൊരു പാവം, തല കൊണ്ടാണ്ടിരിക്കാത്. ഇറങ്ങി പോണ പുറത്ത്. ഒരു കാര്യം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിലും ഞാനിവിടെ പൊറുക്കാൻ വന്നൊന്നും അല്ല പെങ്ങളെ. ഇയാളുടെ സങ്കടം കണ്ടപ്പോ ഒന്ന് കയറി വന്നതാ. പിന്നെ വന്ന സ്ഥിതിക്ക് കൊച്ചുണ്ണി ആരാണെന്നൊന്നും അറിയിച്ചു തരണ്ടേ ഞങ്ങളെ? വേണ്ടേ? ഞാനൊരു കണക്ക് പറയാം, തമാശയാ. മൊബൈലിൽ ചെയ്യേണ്ടതാ. ഓ, നെറ്റ് കിട്ടുന്നില്ല ഇവിടെ. മോളുടെ മൊബൈൽ ഒന്ന് തരുമോ? ഒന്ന് തന്നെ. ഞാൻ തരില്ല. ആയോ? ഇല്ല. എന്നാ മോള് തന്നെ മൊബൈല്. എന്നാ പിന്നെ നിങ്ങളുടെ മൊബൈൽ താ. അച്ഛന്റെ മാത്രം പോരാ, അമ്മയുടെയും വേണം. പേരായാലും അത് ശരിയാവോ? തന്നോ, ധൈര്യമായിട്ട് തന്നോ. ഇതൊരു കണക്കാ. പൊതുവെ ഈ കണക്കാരും പറയാറില്ല. പക്ഷെ ഈ സിറ്റുവേഷനില് ഞാൻ ഈ കണക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല. 36 വർഷം ചേട്ടാതല്ലേ പറഞ്ഞേ ഗൾഫിൽ നിന്നത്? അതെ. 36 വർഷം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് രാവും പകലില്ലാതെ കഷ്ടപ്പെട്ടൊരു മനുഷ്യനാ. 2 ദിവസമായി പനിച്ചു കുടഞ്ഞ് ഈ കുടുംബത്തിനകത്ത് കിടക്കുന്നത്. അറിഞ്ഞോ നിങ്ങള്? അറിഞ്ഞോടി നീ?
പറയാനൊന്നുമില്ലേ അച്യുതേട്ടന്? പറയാനൊന്നുമില്ലേ? 2 ദിവസമായി തല തൊണ്ടാണ്ട് ഞാൻ കിടക്കണം. എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒന്ന് ഡോക്ടറെ കൊണ്ടുപോകാനോ ഒരു തരി മരുന്ന് മേടിച്ചു തരാനോ ആർക്കും കഴിഞ്ഞില്ല. 24 മണിക്കൂർ ഈ മൊബൈൽ നോക്കിയിട്ട് അവരങ്ങനെ ഇരിക്കുക. ഞാൻ എന്താ ചെയ്യ കൊച്ചുണ്ടിയെ? അച്യുതേട്ടൊന്നും ചെയ്യണ്ട. അച്യുതേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ കൊച്ചുണ്ണിക്ക് ചിലത് ചെയ്യാം. എന്താണെന്ന് അറിയോ? ഈ മൊബൈലല്ലേ ഇതിലെ വില്ലൻ അല്ലേ? ഇതല്ലേ ഇതിന്റെ വില്ലൻ? ഇതിലെ വില്ലൻ ഇതല്ലേ? ഈ വില്ലനെ പൊട്ടമതി. കാട്ടിയേ തനിക്കറിയാം എത്ര രൂപയുടെ മുതല് താഴെ തല്ലിപ്പൊട്ടിച്ചേ? 36 വർഷത്തെ നിങ്ങളുടെ അധ്വാനത്തിനപ്പുറം വരുമോ ഈ 2 മൊബൈല്? ഉണ്ടെങ്കിൽ അച്യുതേട്ടൻ പറ. ഒരു പാവം മനുഷ്യന്റെ ആയുസ് മുഴുവൻ കുടിച്ച നായകളെ, ഇനി മേലിൽ അച്യുതേട്ടനൊരു വേദനയുണ്ടെന്ന് ഞാൻ അറിയില്ല. അന്ന് തൊട്ട് ഞാൻ മനസ്സിലായോ? നായകളെ. കൊച്ചുണ്ണി താൻ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. മൂർഖനെ വേദനിപ്പിച്ചോട്ടെന്ന് ഓർത്തോ?